ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവേയിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ എന്തുവരെ പഠിച്ചു? നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ പഠിച്ചു. ആ വരച്ച സർവേ, അവിടെ നമ്മളെടുത്ത സർവേ വെച്ച് നമ്മളൊരു പ്ലാൻ വരയ്ക്കാനും പഠിച്ചു. ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കിയത്. ഓക്കെ, നമുക്ക് ഇന്ന് തൊട്ട് സർവേയിങ് എങ്ങനെയാണ് ഫീൽഡിൽ നടക്കുന്നത്, ഓക്കെ, സർവേയിങ് എങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ മെഷർമെൻറ്റ്സ്. ലീനിയർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സർവേയിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് അളക്കുന്നത്, ഏതൊക്കെ അളവുകളാണ്? സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെൻറ്റ് എടുക്കുകയല്ലേ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവിടെ? ഒന്ന്, ലെങ്തുകൾ അളക്കും. ലെങ്തുകൾ, ലീനിയർ ലെങ്തുകൾ, നമ്മുടെ ഗ്രൗണ്ടിലെ പോയിന്റിൻ്റെ ലെങ്തുകൾ അളക്കും. രണ്ട്, നമ്മൾ എടുക്കുന്നത് ഡയറക്ഷനുകളാണ്. ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലൊരു വരയുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് നമ്മൾ അളക്കുന്നു. അത് ഏത് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. എന്നാലും ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ അളക്കും. ഓക്കെ, മൂന്നാമത് നമുക്ക് ഗ്രൗണ്ടിൽ വരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് അഥവാ എലവേഷൻ. ഹൈറ്റ് അഥവാ ഒരു പോയിന്റിൻ്റെ എലവേഷൻ. നോക്കിയ ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് അതൊരു മരമായിക്കോട്ടെ. ഓക്കെ, ഈ മരത്തിൻ്റെ ഈ ഒരു പോർഷൻ വരെ ഗ്രൗണ്ടിൽ നിന്ന് എത്ര പൊക്കമുണ്ട്, ഹൈറ്റ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് സർവേയിങ്ങിൽ ഡീൽ ചെയ്യാനുള്ളത്. ഒന്നെന്താ? ലെങ്ത് കണ്ടുപിടിക്കണം. ആ ലെങ്ത് ഏത് ഡയറക്ഷനിലാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് എത്ര പൊക്കത്തിലാണ് ഒരു പോയിന്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലെങ്തിനെ കുറിച്ചാണ് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ലെങ്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കി, എനിക്കൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ രണ്ട് പോയിന്റ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഉണ്ട്. ഞാനിവിടെ എയിൽ നിൽക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യാനുള്ളത്? എനിക്ക് എ ബി എന്ന് പറയുന്ന ലെങ്തിനെ അളന്നെടുക്കണം. ഓക്കെ, അതല്ലേ ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ലീനിയർ ലെങ്തുകൾ അളന്നെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ എന്ന് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യണം? ഈ എ തൊട്ട് ബി വരെയുള്ള ലെങ്ത് അളന്നെടുക്കണം. ഓക്കെ, എങ്ങനെ ഞാൻ ഈ ലെങ്തിനെ അളന്നെടുക്കും? ഓക്കെ, എങ്ങനെ ലെങ്ത് അളന്നെടുക്കുക? നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേപ്പറിൽ ഒരു വരയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ അളന്നെടുക്കുക? അല്ലേ, നമ്മളൊരു സ്കെയിൽ എടുക്കുന്നു. പതുക്കെ ആ ഒരു സ്കെയിൽ വെച്ചിട്ട് ആ ലെങ്ത് നമ്മളിങ്ങനെ അളന്നെടുക്കുന്നു. ഓക്കെ, അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താ ഉള്ളത്? എ ബി എന്ന് പറയുന്ന വരയാണ് ഉള്ളത്. എ ബി എന്ന് പറയുന്ന വരയുണ്ട്. എനിക്ക് എ ബിയുടെ ലെങ്ത് അളക്കാൻ പോവുകയാണ്, ഞാൻ അളന്നെടുക്കാൻ പോവുകയാണ്, മെഷർ ചെയ്യാൻ പോവുകയാണ്, സർവേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷനാണ്, ഞാനിവിടെ എയിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ നിന്ന് ബിയിലോട്ടുള്ള അളവ് ഞാൻ എടുക്കുകയാണ്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള അളവ് എങ്ങനെയോ, എൻ്റെ കയ്യിൽ എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഞാൻ എയിൽ നിന്നിട്ട് ആദ്യം കുറച്ച് ഭാഗത്തിൻ്റെ അളവെടുത്തു, പിന്നെ കുറച്ച് ഭാഗത്തിൻ്റെ അളവെടുത്തു, പിന്നെ കുറച്ച് ഭാഗത്തിൻ്റെ അളവെടുത്തു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എ തൊട്ട് ബി വരെ ഞാൻ എന്ത് ചെയ്യുന്നു? അതിൽ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ എ തൊട്ട് ബി വരെ യാത്ര ചെയ്തിട്ട് ആ അളവുകൾ എടുക്കുകയാണ്. ഓക്കെ, അതായത് ഞാൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? എയിൽ പോകുന്നു, എ തൊട്ട് ബി വരെ ഞാൻ ഡയറക്റ്റായിട്ട് പോകുന്നു, എടുക്കുന്നു. ഓക്കെ, എങ്ങനെ ഞാൻ പോയി? ഡയറക്റ്റായിട്ട് പോയി. ഞാൻ എന്ത് ചെയ്തു? എയിൽ നിന്ന് ബി വരെ ഡയറക്റ്റായിട്ട് പോയി മെഷർമെൻറ്റ് എടുക്കുന്നെങ്കിൽ ആ ടൈപ്പ് മെഷർമെൻറ്റിനെ, ആ ടൈപ്പ് ലീനിയർ മെഷർമെൻറ്റിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ലീനിയർ മെഷർമെൻറ്റിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ഏതാണ്? ഡയറക്റ്റ് മെഷർമെൻറ്റ്. എന്താ ഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്? ഞാൻ ആദ്യം എയിൽ പോയി, എയിൽ നിന്നൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ബി വരെ അളന്നെടുത്തു. ഓക്കെ, ഞാൻ എ തൊട്ട് ബി വരെ ഇങ്ങനെ അളന്നെടുത്തു. അതിനെ പറയുന്ന പേരാണിത് ഡയറക്റ്റായി ഞാൻ പോയെടുത്ത അളവ്, ഡയറക്റ്റ് മെഷർമെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. നിങ്ങൾക്ക് എ തൊട്ട് ബി വരെയുള്ള അളവാണ് എടുക്കാനുള്ളത്. എ തൊട്ട് ബി വരെയുള്ള അളവ് നോക്കി. നമ്മളിപ്പോൾ റോഡിൽ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസ്ട്രുമെൻറ്റിൽ കൂടി, ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് അതിൽ ലെൻസൊക്കെ ഉള്ള, ഓക്കെ, അതിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അവർ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ലെങ്ത് അളക്കുക തന്നെയാണ് ചെയ്യുന്നത്. ലെങ്ത് അളക്കുകയാണ്. പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയിനോ ടേപ്പൊക്കെ വെച്ചിട്ട് അളന്നെടുക്കുന്നു. ഇപ്പം എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ കൂടി, ഈ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ കൂടി നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു എയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. എയിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് നോക്കുന്നു. എയിൽ നിന്നുകൊണ്ട് ഞാൻ ബിയിലേക്ക്
നോക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ നടന്നു പോകുന്നില്ല, ഞാൻ എയിൽ നിൽക്കുകയാണ്. എയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് നോക്കുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് റീഡിങ്സ് എടുക്കുന്നു, അതിൽ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നേരത്തെ എന്ത് ചെയ്തു? എൻ്റെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻറ്റും കൊണ്ട് ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ഡയറക്റ്റ് ആയിട്ട് പോയി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തു. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒപ്റ്റിക്സ് മീൻസ് അതിലെന്തുണ്ട്? ഒരു ലെൻസോ മിററോ അങ്ങനത്തെ എന്തോ ഒരു ഉപകരണമുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു മെഷർമെൻറ്റിനെ പറയുന്ന പേരാണ് ബൈ മീൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ബൈ മീൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇനി നോക്കിയേ, ഇതേ ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നെ ഇപ്പം മോഡേൺ ആയിട്ട് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, ആ ഇൻസ്ട്രുമെൻറ്റ് എന്താ ചെയ്യുന്ന? ഞാനിവിടെ നിൽക്കുന്നു. ഓക്കെ, എൻ്റെ ഞാനിവിടെ എ ഉണ്ട്, ബി ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റും കൊണ്ട് ഞാൻ എവിടെ നിൽക്കുക? എയിൽ നിൽക്കുക. നോക്കി, എയിൽ നിന്നുകൊണ്ട് എനിക്ക് എവിടെ? ബി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ അളക്കാനുള്ള. ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈറ്റ് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ലൈറ്റ് വേവിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും. ഓക്കെ, ആ ലൈറ്റ് വേവ് എന്ത് ചെയ്യും? അവിടെ പോയി തട്ടിയിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുമല്ലേ? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഈ പോകാനെടുത്ത, ഈ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യാനെടുത്ത ടൈം നമ്മൾ കണ്ടുപിടിക്കും. ആ ടൈമിൽ നിന്ന് നമുക്കിത് ഒരു ലൈറ്റ് വേവ് ആണെന്നും അതിൻ്റെ വെലോസിറ്റി അറിയാം, അതിന് ട്രാവൽ ചെയ്യാനുള്ള ടൈമൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു, അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. ആ ടൈം നമ്മൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, അല്ലേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ എന്താണ്? ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അല്ലേ? സോ ഈ മെത്തേഡിന് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് EDM. എന്താ? ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. ഇലക്ട്രോണിക്, നമുക്ക് എന്താ? ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കാനുള്ള? D ഫോർ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഓക്കെ, നമുക്ക് ലീനിയർ മെഷർമെൻറ്റ് 3 രീതിയിലാണ് ചെയ്യാനുള്ളത്. ഡയറക്റ്റ് മെഷർമെൻറ്റ്, ബൈ മീൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇനിയെന്ന് പറയുന്നത് എന്താണ്? EDMs. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓരോരോ ചാപ്റ്ററുകളാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് 1-2 ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കും. EDM എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററായിട്ട് പഠിക്കും. നമുക്കിവിടെ എന്താണ് പഠിക്കാനുള്ളത്? ഡയറക്റ്റ് മെഷർമെൻറ്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ എന്താ? അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ മെഷർമെൻറ്റ്സ്. ലീനിയർ മെഷർമെൻറ്റ്സിൽ ബൈ ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്താണ്? ഡയറക്റ്റ് 3 മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. എ തൊട്ട് ബി വരെ ഞാൻ പോയി എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന ഒരു ഡയറക്റ്റ് മെത്തേഡ്. എയിൽ നിന്നുകൊണ്ട് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഞാൻ റീഡിങ്സ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്ന പേര് ഒപ്റ്റിക്കൽ മെത്തേഡ്. ഇനി എന്താണ്? EDM. ഞാനൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അങ്ങോട്ട് പറഞ്ഞു വിട്ട് അത് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്? EDM. ഇനി നമുക്ക് നോക്കാം ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എ തൊട്ട് ബി വരെ ഞാൻ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് വെച്ച് നടക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് പേസിങ്. നോക്കി, പേസിങ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട്, ഉദാഹരണത്തിന് നമ്മൾ പറയുന്നതാക്കാം, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലോട്ട് പോകാൻ ഒരു 10 ചുവട് വെച്ചാൽ മതി എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ എന്തോ ഒരു 10 ചുവട് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ റോഡിലെത്തുമെന്ന് പറയും, അല്ലെങ്കിൽ ഒരു 10 അടി എത്തുമ്പോഴത്തേക്ക് റോഡിലെത്തുമെന്ന് പറയും. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്? പേസിങ്. ഓക്കെ, പേസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 10 അടി. ഓക്കെ, ഉദാഹരണത്തിന് ഇതൊരാളിൻ്റെ കാലാണെന്ന് വെച്ചോ. ഓക്കെ, ആള് നടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ കാലിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് വയ്ക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ? ആ കാലിൻ്റെ ഒരു പൊസിഷൻ തൊട്ട് അതേ പൊസിഷൻ വരെയുള്ള ലെങ്ത്. ഓക്കെ, ഇതിനാണ് നമുക്ക് ഒരടി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ബാക്ക് സൈഡാണ് എടുക്കുന്നതെങ്കിൽ ഈ കാലിൻ്റെ ബാക്കോട്ട് ആ കാലിൻ്റെ ബാക്ക് വരെ. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? പേസിങ് എന്ന് പറയുന്നത്. ഒരടി, ഒരു ചുവട്. ഓക്കെ, സാധാരണ നമ്മൾ ഈ ഒരു ചുവടിനെ 80 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ? 80 സെൻറ്റിമീറ്റർ, അറൗണ്ട് 80 സെൻറ്റിമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് എത്താൻ 10 ചുവട് വെച്ചാൽ മതി, 10 പേസ് വെച്ചാൽ മതി. ഒരു പേസ് എത്ര? 80 സെൻറ്റിമീറ്റർ. 10 പേസ് വെച്ചാൽ ആകുമ്പോൾ എത്ര? 80 × 10, സോ 800 സെൻറ്റിമീറ്റർ. കണ്ടോ, നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഇനി നമുക്ക് നോക്കാം. എ ഉണ്ടായിരുന്നു,
ബി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു എയിൽ നിന്ന് ബിയിലോട്ട് പോകാൻ നമ്പർ ഓഫ് പേസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 അടി വെച്ചാൽ മതി. ഓക്കെ, എനിക്കറിയാം എന്താണ് ഒരു പേസ് ഈസ് ഈക്വൽ ടു, ഒരു പേസ് എത്രയാണെന്ന് അറിയാം, 80 സെൻറ്റിമീറ്റർ ആണെന്നും അറിയാം അല്ലേ, 80 സെൻറ്റിമീറ്റർ ആണെന്നും അറിയാം. സോ ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും അവിടെ? 10 × 80 വിച്ച് ഈസ് ഈക്വൽ ടു 800 സെൻറ്റിമീറ്റർ. നോക്കിയേ, എ തൊട്ട് ബി വരെ ഞാൻ നടന്നു അല്ലേ, എ തൊട്ട് ബി വരെ ഞാൻ നടന്നു, എ തൊട്ട് ബി വരെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നടന്നു. അതുകൊണ്ട് ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ശരി, അപ്പോൾ അതാണ് എന്ത്? പേസിങ്. അതാണ് പേസിങ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് പാസോമീറ്റർ. പാസോമീറ്റർ അതെന്താ സംഭവം? ദേ ഇവിടെ നമ്മൾക്ക് എന്താ നമ്മൾ ചെയ്തേ? നമ്മൾ നടക്കുന്നല്ലേ, ഒരു പേസ് വയ്ക്കുന്നു, മനസ്സിലെണ്ണുന്നു 1, രണ്ടാമത്തെ പേസ് വയ്ക്കുന്നു, മനസ്സിലെണ്ണുന്നു 2, മനസ്സിലെണ്ണുന്നു 3, 4. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര ഈ പേസിന്റെ എണ്ണം ഒന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ കാലാണിത്, എൻ്റെ കാല്. ഓക്കെ, ഈ കാല്. ഓക്കെ, ഈ കാലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസ്ട്രുമെന്റ് വയ്ക്കുന്നു. ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ വയ്ക്കുന്നു. ഓക്കെ, ഈ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ഈ ഇൻസ്ട്രുമെന്റ് ഒരു തവണ മുകളിലോട്ട് പോയാൽ അയാൾ കൗണ്ട് ചെയ്യും, ഞാൻ ഒരു തവണ മുകളിലേക്ക് പോയി. വീണ്ടും ഒന്നുകൂടെ പോകുമ്പോഴത്തേക്ക് അയാൾ കൗണ്ട് ചെയ്യും, ഞാൻ 2 തവണ മുകളിലേക്ക് പോയി. ഒന്നുകൂടെ പോകുമ്പോൾ അയാൾ വീണ്ടും കൗണ്ട് ചെയ്യും, ഞാൻ 3 തവണ മുകളിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ വെർട്ടിക്കൽ മൂവ്മെന്റുകൾ കൗണ്ട് ചെയ്ത് വയ്ക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നടക്കുമ്പോൾ ഒരു അടി വെക്കണമെങ്കിൽ നമ്മളെ കാലെന്ത് ചെയ്യണം? ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് പോയല്ലേ പറ്റത്തുള്ളൂ. സോ ഈ ഒരു നമ്മുടെ കാലിൻ്റെ വെർട്ടിക്കൽ മൂവ്മെന്റുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പേസ് വെച്ചു, പേസസ്, നമ്പർ ഓഫ് പേസസ്, എത്ര പേസ് വെച്ചു, നമ്പർ ഓഫ് പേസസ്, എത്ര പേസ് വെച്ചു എന്ന് ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? ആ ഇൻസ്ട്രുമെന്റ് പറഞ്ഞു തരും. ഓക്കെ, ആ ഇൻസ്ട്രുമെന്റ് എത്ര പേസ് വെച്ചു എന്ന് പറഞ്ഞു തരും. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് അത് പറഞ്ഞു തരുന്നത് നമ്പർ ഓഫ് പേസസ് ആണ്. നമ്പർ ഓഫ് പേസസ് പറഞ്ഞു തരും, പേസ് പറഞ്ഞു തരുന്ന മീറ്റർ. സോ ഇറ്റ് ഈസ് കോൾഡ് പാസോമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ പേസിങ് എന്താണെന്ന് മനസ്സിലായി, നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടണം. പാസോമീറ്റർ എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ കാലിൻ്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് അത് കണക്ക് കൂട്ടി പറഞ്ഞു തരും. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരു 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇവിടെയും ഞാൻ എ തൊട്ട് ബി വരെ നടക്കണം, വീണ്ടും ഡയറക്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ? മൂന്നാമത്തത് പെഡോമീറ്റർ. മൂന്നാമത്തെ എന്താണ്? പെഡോമീറ്റർ. ഇതേ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. നോക്കിയേ, ഈ ഇൻസ്ട്രുമെന്റ് എന്താണ് ചെയ്യുന്നത്? നമ്പർ ഓഫ് വെർട്ടിക്കൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേസസ് കൗണ്ട് ചെയ്യുന്നു അല്ലേ. ആ ഇൻസ്ട്രുമെന്റ് ഏതാ? നമ്മുടെ പാസോമീറ്റർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് പേസസ് കൗണ്ട് ചെയ്തു. ഓക്കെ, നമ്പർ ഓഫ് പേസസ് ആ ആൾ പറഞ്ഞു തന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? അതിനെ 80 പേസിന്റെ ലെങ്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും നമ്പർ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെഷീന് ഈ 80 എന്ന് പറയുന്ന ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് റിസൾട്ട് തന്നൂടെ? ഓക്കെ, സോ അപ്പോൾ നമ്പർ ഓഫ് വെർട്ടിക്കൽ മൂവ്മെന്റ്സിനെ, നമ്പർ ഓഫ് പേസസിനെ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 80 എന്ന് പറയുന്ന ഒരു പേസിന്റെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഉത്തരം തരുന്ന ആൾ ആരാണ്? പെഡോമീറ്റർ. ഓക്കെ, പെഡോമീറ്റർ തരുന്നു. എന്താ ചെയ്തേ? നമ്പർ ഓഫ് പേസസ് നമുക്ക് പറഞ്ഞു തരുന്നതിന് പകരം ആ നമ്പർ ഓഫ് പേസസിനെ ആ ആള് തന്നെ ഒരു പേസിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഈസ് ഡിസ്റ്റൻസ്. ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? എ തൊട്ട് ബി വരെ നടക്കുന്നു, എ തൊട്ട് ബി വരെ ഡയറക്റ്റ് ആയി നടക്കുന്നു. സോ അതെന്താണ്? ഡയറക്റ്റ് മെഷർമെന്റ് ആണ്. ഓക്കെ, അതാണ് എന്ത്? പെഡോമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഡോമീറ്റർ. ഇത് നിങ്ങളൊക്കെ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതെന്താ സംഭവം? ഒരു വീലുണ്ട്, ഒരു വീല്. ഓക്കെ, ആ വീലിന് എന്തുണ്ട്? ഒരു ഹാൻഡിലും ഉണ്ട്. ഓക്കെ, ഒരു വീലുണ്ട്, ഒരു ഹാൻഡിലും ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇപ്പോൾ എയിൽ നിൽക്കുകയാണ്, എനിക്ക് എവിടെ പോകണം? ബിയിലോട്ട് പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ പിടിച്ച് ഇതുവഴി ഇങ്ങനെ മൂവ് ചെയ്യിച്ചാൽ മതി. അപ്പോൾ ഇത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്ത് ബിയിലെത്തും. ഇത് ഇവിടെ നിന്ന് എവിടെ വരും? ബിയിൽ വരും. ഓക്കെ, ബിയിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് എത്ര തവണ കറങ്ങിയെന്ന് നോക്കാം അല്ലേ. ഇത് എത്ര തവണ കറങ്ങിയെന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെവല്യൂഷൻസ് കിട്ടും അല്ലേ.
റെവല്യൂഷൻസ്. എത്ര തവണ കറങ്ങി, എ തൊട്ട് ബി വരെ എത്താൻ എത്ര തവണ കറങ്ങി എന്നുള്ള റെവല്യൂഷൻസ് കിട്ടും. ആ റെവല്യൂഷന് ഈ സർക്കിളിന്റെ പെരിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെരിമീറ്റർ ഓഫ് വീൽ, പെരിമീറ്റർ ഓഫ് വീൽ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ, ആ ഒരു ഡിസ്റ്റൻസ് എ ബി കിട്ടും. ഡിസ്റ്റൻസ് എ ബി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു റെവല്യൂഷൻസിനെ പെരിമീറ്റർ കൊണ്ട്, നമ്പർ ഓഫ് റെവല്യൂഷൻസിനെ പെരിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. ഇതെല്ലാം ആ ഇൻസ്ട്രുമെന്റ് തന്നെ ചെയ്തിട്ട് ഇതാ മുകളിൽ ഇവിടെ എന്തുണ്ട്, ഒരു സ്ക്രീൻ ഉണ്ട്, മുകളിലൊരു സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൽ എന്ത് വരും, ഡിസ്റ്റൻസ് എത്രയാണെന്ന് ആ ഇൻസ്ട്രുമെന്റ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, എന്താ ചെയ്തേ, എയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് ഈ സാധനം ഇങ്ങനെ, ഈ ഒരു ഇൻസ്ട്രുമെന്റ്, ഈ ഒരു ഓഡോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മളിങ്ങനെ കൊണ്ടുപോവുക, മേലിൽ എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന, ഔട്ട്പുട്ട് ഈസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വെർഷൻ ഉണ്ട്. ഏത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്പീഡോമീറ്റർ. എന്താണ് സ്പീഡോമീറ്റർ? എടാ എന്താ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്ക് പഴയ ഒരു ബൈക്ക് നോക്കാം, ഇപ്പോഴത്തെ ഡിജിറ്റൽ മീറ്റർ അല്ല, പഴയ മീറ്റർ. ഓക്കെ, അതെങ്ങനെ, അതിലൊരു സ്പീഡോമീറ്ററിൻ്റെ ഒരു ഡയൽ കാണും, അതിലെന്ത് കാണും, ഒരു സൂചി കാണും അല്ലേ, ഒരു നീഡിലും കാണും. ആ നീഡിൽ 0 നമ്മൾ പോകുന്ന സ്പീഡ് ഇങ്ങനെ കാണിക്കും. ഇവിടെ ഒരു 100 km/h എന്നും 120 km/h എന്നൊക്കെ കാണിക്കുമല്ലേ. നമ്മൾ പോണതിനനുസരിച്ച് എന്ത് കാണിക്കും, അതൊരു റീഡിങ് കാണിക്കും അല്ലേ. അതൊരു റീഡിങ് കാണിച്ചിട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് എന്ത് തരുവാടാ, നമ്മുടെ വണ്ടി ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയെന്ന് അതിൽ പറയില്ലേ. എത്ര കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് പറയില്ലേ, 1000 കിലോമീറ്ററാണ് നമ്മളെ വണ്ടി ഓടിയതെന്ന് പറയുന്നുണ്ട്. ഈ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന പേരാണ് സ്പീഡോമീറ്റർ. നോക്കിയേ, തരുന്ന ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ്, കിലോമീറ്ററിൽ തന്നെ. ഇപ്പോൾ 1 കിലോമീറ്റർ അധികം പോകുമ്പോൾ എന്താവും, 1000 മാറി ഇവിടെ 1001 ആവും. സോ എ തൊട്ട് ബി വരെ ഞാൻ എൻ്റെ സ്പീഡോമീറ്റർ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ആ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. നോക്കിയേ, വൺസ് ഈ സ്പീഡോമീറ്ററിന്റെ കേബിൾ പോയി ഇത് വർക്ക് ചെയ്യാതാവുകയാണെന്ന് വെച്ചോ, പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു, ഡിസ്റ്റൻസ് കിട്ടുമോ, കിട്ടത്തില്ല. സ്പീഡോമീറ്റർ നമുക്ക് അപ്പോൾ എന്തൊക്കെ തരും, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും തരും, അതുപോലെ ഡിസ്റ്റൻസും തരും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും തരും, ഡിസ്റ്റൻസും തരും. ഈ സ്പീഡോമീറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഡിസ്റ്റൻസ് മീറ്റർ പിന്നെ മാറത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, സ്പീഡോമീറ്റർ കിട്ടി. സ്പീഡോമീറ്റർ എന്ത് തന്നെയാണ് നമുക്ക് തരുന്ന, ഡിസ്റ്റൻസും തരും, അതുപോലെ എന്ത് തരും, സ്പീഡും തരും. നമ്മുടെ സർവേയിങ്ങിന്റെ സ്കോപ്പ് അല്ല എന്ത്, സ്പീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത്, ഡിസ്റ്റൻസ് അത് തരുന്നുണ്ട്. നമുക്ക് തൽക്കാലം അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. എന്താണ് ഡയറക്റ്റ് മെഷർമെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ചെയിനിങ്. ഓക്കെ, ചെയിനിങ് നമുക്ക് എന്താണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോക്കി, ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത് ഒന്ന് നോക്കാം. നമുക്ക് ലീനിയർ മെഷർമെന്റ് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ മെഷർ ചെയ്യാം, എ തൊട്ട് ബി വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് പോകണം. അതൊന്നെങ്കിൽ ഒരു പേസിങ് ആവാം, ഞാൻ ജസ്റ്റ് നടന്നു പോയിട്ട് അതിൻ്റെ ആവറേജ് പേസ് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാവാം, പാസോമീറ്റർ വെച്ച് ഞാൻ നടക്കുന്നതാവാം, പെഡോമീറ്റർ വെച്ച് ഞാൻ നടക്കുന്നതാവാം, ഓഡോമീറ്റർ കൊണ്ടുപോകുന്നതാവാം, അല്ലെങ്കിൽ അതൊരു സ്പീഡോമീറ്റർ ആവാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ചെയിൻ കൊണ്ടുപോകുന്നതാവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ചെയിനിങ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് എന്താ പഠിക്കാനുള്ളത്, മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ചെയിനിങ്. ഓക്കെ, ചെയിനിങ്ങിൻ്റെ ആദ്യത്തെ 1-2 ഡെഫിനിഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതൊരു ലെങ്ത് മെഷർമെന്റ് ചെയ്യുന്നതാണല്ലേ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ, ലീനിയർ മെഷർമെന്റ്. സോ ചെയിൻ ഈസ് യൂസ്ഡ് ടു മെഷർ ലെങ്ത്. ഓക്കെ, ലെങ്തിന് യൂസ് ചെയ്യുന്നു. അത് ഡയറക്റ്റ് മെഷർമെന്റ് ആണ്, ഇൻഡയറക്റ്റ് ആണോ, ഡയറക്റ്റ് മെഷർമെന്റ് ആണ്. എ തൊട്ട് ബി വരെ കിട്ടണമെങ്കിൽ ഞാൻ എ തൊട്ട് ബി വരെ ചെയിൻ പിടിച്ചു വെച്ചാൽ മാത്രമേ എനിക്ക് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. ഇത് രണ്ടും നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമുക്ക് ചെയിനിങ്ങിലേക്ക് പതുക്കെ ചെല്ലാം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യണം, എ തൊട്ട് ബി വരെ ഒരു ചെയിൻ ഇങ്ങനെ ഇടണം. ഓക്കെ, അപ്പം ശരി, നമ്മൾ ചെയിനിങ് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ചെയിനിങ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു. ചെയിനിങ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് നമ്മൾ ചെയിനിങ് ചെയ്യാനായിട്ട് പോകണം. അപ്പം എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് ഇൻസ്ട്രുമെന്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, വെറുതെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ചെയിനിങ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. നമ്മളതിൽ ചെയിൻ വേണം, ചെയിനിങ് ചെയ്യാൻ വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് വേണോ അതെല്ലാം ഞാൻ അവിടെ ലാബിൽ പോയി എടുത്തിട്ട് പോകണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്നെ ലാബിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക, ചെയിനിങ് ചെയ്യാനായിട്ട് ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് വന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്തെല്ലാം എടുക്കണം, ഫസ്റ്റ് ഞാൻ എടുക്കാനുള്ള ചെയിനിങ്ങിന് എന്താ വേണ്ടത്, ചെയിനാണ് ഞാൻ എടുക്കാനുള്ളത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ചെയിൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യാനുള്ളത് എന്താണ്, ടേപ്പാണ്. ഓക്കെ, ടേപ്പ് യൂസ് ചെയ്താലും പറയുന്നത് ചെയിനിങ് എന്ന് തന്നെയാണ്.
ടേപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ സർവേയിൽ യൂസ് ചെയ്യില്ല. ഓക്കെ, ചെയിൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേപ്പ് എടുക്കുന്നു. മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയിൻ എടുക്കുന്നു. രണ്ടാമത് നമ്മൾ എടുക്കാനുള്ള ഒരു സാധനമാണ്. ഇതെല്ലാം നമുക്കിനി വരുന്ന ഓരോ ഇതിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടത്. തൽക്കാലം ഇവിടെ കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. നമുക്ക് രണ്ടാമത് എടുക്കാനുള്ള, എന്തായാലും നമ്മൾ സർവേ ചെയ്യാനായിട്ട് പോവുകയല്ലേ, ഫീൽഡിലോട്ട് പോവുകയല്ലേ, അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ഞാൻ ആദ്യം ചെയിൻ എടുത്തു, രണ്ടാമത് ഞാൻ ആരോ എടുത്തു, മൂന്നാമത് ഞാൻ ഉടൻ പെഗ് എടുത്തു, നാലാമത് ഞാൻ ഒരു റേഞ്ചിങ് റോഡ് എടുത്തു, അഞ്ചാമത് ഞാൻ ഒരു ഓഫ്സെറ്റ് റോഡ് എടുത്തു. ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. തൽക്കാലം നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഓഫ്സെറ്റ് റോഡ് എടുത്തു. പിന്നെ ഞാനൊരു പ്ലം ബോബ് എടുത്തു. പിന്നെ ഞാനൊരു സാധനം എടുത്തത് പ്ലാസ്റ്ററേഴ്സ് ലാത്ത് ആൻഡ് വൈപ്സ്. ഇതെല്ലാം നമുക്ക് വേണ്ടി വരും. അവിടെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ചെയിൻ സർവേ ചെയ്യാനായിട്ട്, ഡയറക്റ്റ്ലി ചെയിൻ സർവേ ചെയ്യാൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ എനിക്കിതെല്ലാം വേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എടുത്ത ചെയിനിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ചെയിൻ നമുക്ക് എന്താ വേണ്ടത്? ചെയിൻ. ഫസ്റ്റ് നമ്മൾ എടുത്ത ആളാരാണ്? ചെയിൻ ഓർ ടേപ്പ് അല്ലേ? ചെയിൻ ഓർ ടേപ്പിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോണത് ചെയിനെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് എന്ത്? ചെയിൻ എങ്ങനെ ആയിരിക്കുന്നേ? ചെയിനിൽ കുറേ ഇങ്ങനെ നീളത്തിന് ഒരു മെറ്റലിൻ്റെ സ്ട്രിപ്പ് ഉണ്ടല്ലേ, സ്ട്രിപ്പ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഒരു റോഡുണ്ട്, മെറ്റൽ റോഡുണ്ട്. ഓക്കെ, അതിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടല്ലേ. ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു? വേറൊരു സർക്കിളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടല്ലേ. ഇവിടെയും വേറൊരു സർക്കിളായിട്ട് കണക്റ്റ് ആവും. ഇനി അതൊന്നിലും ഒരു സർക്കിളിൽ കൂടി ഇപ്പുറത്ത് കണക്റ്റ് ആവുന്നുണ്ട് അല്ലേ, ഇപ്പുറത്തും കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അടുത്ത ഒരു റോഡ് വരുന്നുണ്ട്. ആ റോഡിൽ ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ അടുത്ത സർക്കിളുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് ഇതിൻ്റെ തുടക്കം എത്തുമ്പോൾ, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇതിൻ്റെ തുടക്കം എത്തുമ്പോൾ എന്തുണ്ട്? ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഓക്കെ, ഈ അറ്റത്ത് എന്തുണ്ട്? ഒരു ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിലെന്ന് പറയുന്നത് ബ്രാസ് ഹാൻഡിലാണ്. ബ്രാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻഡിലാണിത്. ഓക്കെ, ഈ ഹാൻഡിലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇവിടെ അതിനൊരു ജോയിൻ്റ് ഉണ്ട്, കണ്ടോ? ഇവിടെ വെച്ചല്ലേ നമ്മുടെ ചെയിനുമായിട്ട് അത് കണക്ട് ചെയ്യുന്നത്. ഈ ജോയിൻറ്റിൽ വെച്ചുകൊണ്ട് ഈ ഹാൻഡിലിനെ എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇതിനെ പിടിച്ച് ഇങ്ങനെ കറക്കാൻ പറ്റും. ഓക്കെ, 360 ഡിഗ്രിയിൽ കറക്കാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഈ ജോയിൻറ്റിന് പറയുന്ന പേരാണ് സ്വിവൽ ജോയിൻറ്റ്. എന്താണ്? സ്വിവൽ ജോയിൻറ്റ്. ഓക്കെ, ബ്രാസ് ഹാൻഡിലിൽ നമുക്കുള്ളത് എന്താണ്? സ്വിവൽ ജോയിൻ്റ് ഉണ്ട്. ബ്രാസ് ഹാൻഡിൽ നമുക്ക് എന്തുണ്ടാ? ഒരു സ്വിവൽ ജോയിൻ്റ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ആ ഹാൻഡിലിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പം ബ്രാസ് ഹാൻഡിലുണ്ട്, അതിലൊരു സ്വിവൽ ജോയിൻ്റ് ഉണ്ട്. എന്നിട്ട് എന്താ? ഇതിങ്ങനെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഈ എൻ്റയർ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന, ഈ ബ്രാസ് ഹാൻഡിൽ ഒഴിച്ചിട്ട് ഈ എൻ്റയർ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീലാണ്. ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ചെയിനിൻ്റെ ഓരോ പോർഷനെ വയറെന്ന് ഞാൻ പറയാം. ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ. വയറിൻ്റെ ഡയമീറ്റർ, ഇതിൻ്റെ ഡയമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 4 mm ആണ്. 4 mm, 4 mm ഉണ്ട്. 4 mm. ഓക്കെ, ചെയിനിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ കുറേ, ഈ ചെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ പോർഷനുകളെ ഇന്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പോർഷൻ, ഇവിടം തൊട്ട് ഇതുവരെ ഒരു പോർഷൻ, അങ്ങനെ കുറേ പോർഷനുകളെ ഇന്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ പോർഷനുകൾ. അതിൽ ഒരു പോർഷനെ പറയുന്ന പേരാണെന്ത്? ലിങ്ക്. എന്താണ്? ലിങ്ക്. അതിൽ ഒരു പോർഷനെ പറയുന്ന പേരാണെന്ത്? ലിങ്ക് എന്ന് നമ്മൾ പറയും. ഓക്കെ, കുറേ ലിങ്കുകൾ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ചെയിൻ കിട്ടുന്നത്. ഓക്കെ, ലിങ്ക് എവിടെ തൊട്ടാണ്? ഞാൻ പറഞ്ഞു ഇവിടെ 3 സർക്കിൾസ് ഉണ്ടല്ലേ, 3 സർക്കിൾസ്. ഈ ഒരു സർക്കിൾ കഴിഞ്ഞു 3 ഉണ്ടല്ലേ, 3ൽ പകുതി ഇയാൾക്ക് കൊടുക്കുക. 3ന്റെ പകുതി ആകുമ്പോൾ 1.5. സോ ഇതിന്റെ പകുതി, ഈ നടുക്കിലത്തെ റിങ്ങിന്റെ പകുതി തൊട്ട് ഇപ്പുറത്തെ നടുക്കിലത്തെ റിങ്ങിന്റെ പകുതി വരെ,
അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? കുറേ ലിങ്കുകളെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ കണക്ഷൻ എന്നാണല്ലേ അർത്ഥം. ലിങ്കുകളെ ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. നോക്കി, ഇത് ബ്രാസ് ഹാൻഡിലുണ്ട്, അതിൽ സ്വിവൽ ജോയിൻ്റ് ഉണ്ട്, ഇതൊരു ലിങ്കാണ്, ഇതിൻ്റെ ഡയമീറ്റർ ഇത്രയാണ്, അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റൽ ഇത്രയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ ചെയിൻ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെയിൻ എടുത്തു. ചെയിൻ എടുക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ, ഞാൻ ലാബിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ടൈപ്പിലുള്ള ചെയിൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ടൈപ്പിലുള്ള ചെയിനുകൾ. അത് ഏതൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത്? അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ന ചെയിനുകളാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ വായിച്ചു നോക്കി. ഏതൊക്കെയാ? ഫസ്റ്റ് ഞാൻ കണ്ടത് മെട്രിക് ചെയിൻ എന്ന് എഴുതി വെച്ചിരുന്നു. മെട്രിക് ചെയിൻ. ഓക്കെ, മെട്രിക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ കണ്ടത് ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്ന ഒരു ചെയിൻ ഞാൻ അവിടെ കണ്ടു. മൂന്നാമത് ഞാൻ കണ്ടത് എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്ന എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു ചെയിൻ ഞാൻ അവിടെ കണ്ടു, എഞ്ചിനീയറിംഗ് ചെയിൻ. ഓക്കെ, നാലാമത് ഞാൻ അവിടെ കണ്ടത് റവന്യൂ ചെയിൻ. ഈ 4 ടൈപ്പ് ചെയിൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? മെട്രിക് ചെയിൻ, ഗണ്ടേഴ്സ് ചെയിൻ, എഞ്ചിനീയേഴ്സ് ചെയിൻ, റവന്യൂ ചെയിൻ. ഈ 4 ടൈപ്പിലുള്ള ചെയിൻ ആയിരുന്നു അവിടെ ഉള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഏതാണ്? മെട്രിക് ചെയിൻ ആണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്ടാ? മെട്രിക് ചെയിൻ. ഞാൻ ആ മെട്രിക് ചെയിൻ, എനിക്കിതിൽ ഏത് ചെയിനാണ് എടുക്കാനുള്ളതെന്ന് അറിഞ്ഞില്ല. ഓരോ ചെയിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആ മെട്രിക് ചെയിൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പോയി നോക്കി. ഓക്കെ, അതിൻ്റെ പ്രത്യേകത അറിഞ്ഞാലേ എനിക്കതിനെ ഏതെടുക്കണം എന്നറിയത്തുള്ളൂ. സോ ഞാൻ മെട്രിക് ചെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ മെട്രിക് ചെയിനിൻ്റെ പ്രത്യേകത, മെട്രിക് ചെയിനിൽ 4 ടൈപ്പ് ഉണ്ട്. 4 ലെങ്തിലുള്ള മെട്രിക് ചെയിനുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. 4 നീളത്തിലുള്ള, ഓക്കെ, ടോട്ടൽ നീളം 4 നീളത്തിലുള്ള മെട്രിക് ചെയിൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നീളം എന്ന് പറയുന്നത് 30 മീറ്റർ ഉണ്ട്. 30 മീറ്റർ എനിക്ക് അളക്കാൻ പറ്റും. 30 മീറ്റർ അളക്കാൻ പറ്റും. നമ്മുടെ സാധാരണ ഒരു വീടിൻ്റെ പൊക്കം എത്ര? ഒരു നിലയുടെ പൊക്കം 3 മീറ്റർ ആണല്ലേ. അപ്പോൾ എത്ര? 10 നില കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള, നൂത്ത് വെച്ചാൽ 10 നില കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള ഒരു ചെയിൻ ഉണ്ടായിരുന്നു അല്ലേ. ഇനി എത്രയുണ്ട്? 20 മീറ്റർ ഉള്ള ഒരു ചെയിൻ ഉണ്ടായിരുന്നു. ഓക്കെ, 20 മീറ്റർ ഉള്ള ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നീളം കുറവ്. ഇനി ഇതിൻ്റെ പകുതി എഴുതുക, 10 മീറ്റർ. ഓക്കെ, 20ൻ്റെ പകുതി എഴുതിയല്ലേ, 10 ആയി. ഇനി എന്ത് ചെയ്യുക? 10ൻ്റെ പകുതി എഴുതി കൊടുക്കുക, 5 മീറ്റർ. ഓക്കെ, ഇത്രയും ചെയിനുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 30 മീറ്റർ ആണ്. ഓക്കെ, ശരി. ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ലെങ്തിലുള്ള ചെയിനുകൾ ഉണ്ടായിരുന്നു. ഇനിതാ ഈ 2 ആൾക്കാരെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എന്താ? ചെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഗ്രൗണ്ടിലേക്കാണ്. അവിടെ എന്ന് പറയുമ്പോൾ എന്തായാലും ഈ 5 മീറ്റർ 10 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ആയിരിക്കില്ല, അതിനേക്കാൾ വലിയ ലെങ്ത് വരും. സോ നമ്മൾ എന്ത് ചെയ്യില്ല, ഇവരെ അത് വലുതായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, ഈ 10 മീറ്ററിനെ 5 മീറ്ററിനെ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് നമ്മൾ കൊച്ചു കാര്യങ്ങളൊന്നും നോക്കിയിട്ട് അവരെ ഇപ്പം തന്നെ നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് വരാം. നമുക്ക് അവരെ എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. നോക്കിയാൽ ഞാനിപ്പോൾ തൽക്കാലം 5 മീറ്ററും 10 മീറ്ററും ഉള്ള മെട്രിക് ചെയിനിനെ കുറിച്ച് ഞാനൊന്ന് നോക്കുകയാണ്. മെട്രിക് ചെയിൻ, ശരി. ഈ ചെയിനിന് 5 മീറ്ററാണ് നീളം, 10 മീറ്ററാണ് നീളം എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാവും? ഞാൻ അത് അവിടെ ചെന്ന് ലാബിൽ ചെന്ന് ഇങ്ങനെ നീട്ടിയിട്ട് നോക്കുമോ? അതായത് അതിന് ചെയിനിൻ്റെ കുരുക്കഴിച്ചിട്ട് ഇട്ട് നോക്ക്, ഞാൻ അളക്കാൻ പറ്റുമോ 5 മീറ്റർ ഉണ്ടോ 10 മീറ്റർ ഉണ്ടോ എന്ന്? അതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്ന? അത് മനസ്സിലാകാനായിട്ട് ഇതാ നോക്കിയേ, നമ്മുടെ ചെയിനിൻ്റെ തുടക്കത്തിൽ ഒരു സാധനം ഉണ്ടല്ലേ, ഇതെന്താണ്? ഇതിനെ ഇനി തൊട്ട് നമ്മൾ ബ്രാസ് ഹാൻഡിൽ ചേർത്ത് തന്നെ പഠിക്കുക. ഹാൻഡിൽ എന്ന് പറയണ്ട, ബ്രാസ് ഹാൻഡിൽ ഉണ്ടല്ലേ. ഈ ബ്രാസ് ഹാൻഡിലിൻ്റെ ഇവിടെ ഇതാ ഈ പോർഷനിൽ അത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ 5 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 10 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, 20 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, 30 എന്ന് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യണ്ട, ഇത് വലിച്ചിങ്ങനെ നീട്ടിയിട്ട് നോക്കണമെന്നില്ല. ഈ ഹാൻഡിലിൽ നോക്കിയാൽ മതി എത്രയുണ്ടെന്ന്. ഈ ഹാൻഡിലിൽ എനിക്ക് നോക്കിയാൽ എത്രയുണ്ടെന്നത് എഴുതി കാണിക്കും. ഓക്കെ, ശരി. അപ്പം എനിക്ക് അതിൽ നോക്കിയപ്പോഴത്തേക്ക്, ബ്രാസ് ഹാൻഡിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായി. ബ്രാസ് ഹാൻഡിൽ നോക്കിയപ്പോഴത്തേക്ക് എത്ര നീളം ഉണ്ടെന്ന് മനസ്സിലായി. ശരി, നോക്കി 5 മീറ്റർ 10 മീറ്റർ ഉള്ള ചെയിൻ ഞാൻ എടുത്തിട്ട് വരും. എങ്ങനെ മനസ്സിലായി? ബ്രാസ് ഹാൻഡിൽ ഞാൻ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് 5 അല്ലെങ്കിൽ 10 ആണെന്ന് എഴുതി വെച്ച് ഞാനത് എടുത്തിട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒന്ന് നൂത്തിട്ട് നോക്കാം. ഈ ചെയിനിനെ ഞാനിങ്ങനെ നൂത്തിടുമ്പോൾ
മൊത്തത്തിൽ എത്ര മീറ്ററാണ് ഉള്ളത്? 5 മീറ്റർ. മൊത്തത്തിൽ 5 മീറ്ററാണ് ഉള്ളത്. നോക്കി 5 മീറ്റർ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള കുറച്ച് നീളം കൂടെ വേണ്ടേ? നമ്മുടെ സ്കെയിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന 15 സെന്റിമീറ്റർ സ്കെയിലാണെങ്കിലും അതിന്റെ ഇടയിലുള്ള 1, 2, 3 എല്ലാ സെന്റിമീറ്ററും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചെയിനിൽ അങ്ങനെ ഇടയിൽ എഴുതിയിടക്കമൊന്നുമില്ല. അതിന്റെ ഹാൻഡിൽ നോക്കിയാൽ 5 മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ലെങ്തുകൾ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അതിന് നമ്മളെ അറിയിക്കാനായിട്ട് കുറച്ച് ടാലികൾ ബ്രാസ് ടാലികൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ബ്രാസ് ടാലീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ചെയിനിന്റെ ഓരോ മീറ്റർ ഇടവിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രാസ് ടാലീസ് കൊടുക്കുന്നു. ഓക്കെ, അതിനി എങ്ങനെയാണ് നോക്കാം. 1 മീറ്റർ കഴിയുമ്പോൾ എൻ്റെ ഹാൻഡിലിൽ നിന്നും 1 മീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു ടാലി ഇടും. ആ ടാലീനെ ഞാനൊന്ന് വരയ്ക്കാം. ഇതാ ഇങ്ങനെയാണ് ആ ടാലി ഇരിക്കുന്നത്. 1 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഓക്കെ, ഇനി എൻ്റെ ഹാൻഡിലിൽ നിന്നും 2 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടാലി ഉണ്ട്. അതിനെന്താ പ്രത്യേകത? 1 മീറ്റർ ഉള്ള ടാലിക്ക് ഒരു മുള്ള്, ഒരു സ്പൈക്ക് ആയിരുന്നുള്ളായിരുന്നു. ഇതാ നോക്കി, ഒരു സ്പൈക്ക്. 2 മീറ്റർ ആകുമ്പോൾ എന്ത് വരും? ഇതാ 2 സ്പൈക്ക്. ഇവിടെ ഒരു സ്പൈക്ക്, ഇവിടെ 1, 2 സ്പൈക്ക് ഉള്ളത് എവിടെ വരും? 2 മീറ്ററിൽ വരും. ഇനി നമുക്ക് മനസ്സിലായി. 3 ആകുമ്പോൾ എത്ര? 3 സ്പൈക്ക് വരും അല്ലേ? 1, 2, 3 സ്പൈക്ക് വരും. 1, 2, 3. സോ ഇതെവിടെ വരും? 3 മീറ്ററിൽ വരും. 4 മീറ്റർ ആകുമ്പോഴാ 4 സ്പൈക്ക് വരും. 1, 2, 3, 4. 1, 2, 3, 4. 4 സ്പൈക്ക് വന്നു. സോ ഇതെവിടെ? 4 മീറ്ററിൽ. 5ാമത്തെ മീറ്റർ ആകുമ്പോഴത്തേക്കാ സ്പൈക്ക് അല്ല വരുന്നത്. അവിടെ ഒരു റൗണ്ട് ഡമ്പൽ വരും. ഓക്കെ, റൗണ്ട് ഡമ്പൽ വരും. ഓക്കെ, മനസ്സിലായല്ലോ. അതെവിടെ വന്നു? 5ാമത്തെ മീറ്ററിൽ വന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് കറക്റ്റ് ഇതിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാം. ദേ ടാലി ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബ്രാസ് ടാലീസ് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ബ്രാസ് ടാലീസ് കാണുന്നത്. നോക്കി, ഇത് 5 മീറ്ററിന്റെ കേസിൽ 5 മീറ്റർ ചെയിനിലാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നോക്കിയേ, ഇനി ഞാൻ 10 മീറ്റർ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. 10 മീറ്റർ ചെയിൻ. 10 മീറ്ററിൽ ഞാൻ ഇവിടെ നിൽക്കുക, നിങ്ങൾ അപ്പുറത്ത് നിൽക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ, 6, 7, 8, 9, 10 മീറ്റർ. ഓക്കെ ആണല്ലോ, പ്രശ്നമില്ല. ഞാനിവിടെ പിടിച്ചേക്കുക, നിങ്ങൾ അപ്പുറത്ത് പിടിച്ചിരിക്കുക. അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾ ആദ്യം കാണുന്നത് എന്താ? 1 മീറ്റർ. അതെൻ്റെ എത്രയാ? 9 അല്ലേ? നിങ്ങൾ രണ്ടാമത്തെ കാണുന്നു 2 മീറ്റർ. എൻ്റെ എത്രയാ? 8. നിങ്ങൾ 3 കാണുന്നു. എൻ്റെ എത്രയാ? 7. അപ്പം ഞാൻ പറഞ്ഞു 1 മീറ്ററിൽ ഈ ടാലി കാണുന്നത്. എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ 1 മീറ്ററിൽ ഈ ടാലി കാണാം. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ 1 മീറ്ററിൽ ഈ ടാലി കണ്ടല്ലേ പറ്റുള്ളൂ. സോ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ 1 മീറ്ററിൽ കാണാം. ആ 1 മീറ്റർ എന്ന് പറയുന്നത് എൻ്റെ 10 മീറ്റർ ആണ്. ഓക്കെ, ആ 1 മീറ്റർ എന്ന് പറയുന്നത് എൻ്റെ 9 മീറ്റർ ആണ്. ആ 1 മീറ്റർ എന്ന് പറയുന്നത് എൻ്റെ 9 മീറ്റർ ആണ്. സോ 9 മീറ്ററിലും ഇതേ ടാലി തന്നെയാണ്. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ 2ാമത്തെ മീറ്ററിൽ എനിക്ക് ഈ ടാലി കാണാം. നിങ്ങൾ അവിടെ നിന്ന് നോക്കിയാലും 2ാമത്തെ മീറ്ററിൽ നിങ്ങൾക്ക് ആ ടാലി കാണാം. നിങ്ങളുടെ 2ാമത്തെ മീറ്റർ എൻ്റെ 8ാമത്തെ മീറ്റർ ആണ്. സോ 8ാമത്തെ മീറ്ററിലും ഈ ടാലിയാണ്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുന്ന 3ാമത്തെ മീറ്റർ എനിക്ക് 7ാമത്തെ മീറ്റർ, 6ാമത്തെ മീറ്റർ. ഓക്കെ, 5 എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും കോമൺ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ടാലിയുടെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, 1 മീറ്ററിൽ 1 സ്പൈക്ക്, 2 മീറ്ററിൽ 2 സ്പൈക്ക്, 3 മീറ്ററിൽ 3 സ്പൈക്ക്, 4 സ്പൈക്ക്, 5 മീറ്റർ. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് 5 മീറ്റർ, 10 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ ചെയിനെ കുറിച്ച് ഇത്രയും മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി 5 മീറ്റർ, 10 മീറ്ററിന്റെ കണക്ക് നമുക്ക് എവിടെയും വരത്തില്ല. ഓക്കെ, അതിനെ നമ്മളിവിടെ ഉപേക്ഷിക്കുകയാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാക്കി 2 ചെയിനുകൾ ഉണ്ട്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 2 ചെയിനുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏതൊക്കെ? 30 മീറ്റർ ആൻഡ് 20 മീറ്റർ ചെയിനുകൾ. 2 ചെയിനുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ അവിടെ നോക്കിയ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെ നോക്കുന്നത്. നേരത്തെ അവിടെ എന്തായിരുന്നു? ഓരോ മീറ്ററിലും ടാലി കൊടുത്തു. ഇവിടെ നോക്കിയ 30 മീറ്റർ ഉണ്ട്, ബ്രാസിലാണ്. ഓരോ മീറ്ററിലും നമുക്ക് ടാലി കൊടുക്കാനായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എവരി 1 മീറ്റർ വി ആർ പ്രൊവൈഡിങ് എ ബ്രാസ് റിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ മീറ്ററിലും റിങ്ങുകൾ ഇട്ട് കൊടുക്കുന്നു. ബ്രാസ് റിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു?
ഫോർ എവരി 5 മീറ്റർ 5 മീറ്റർ ആകുമ്പോഴേക്കും ഞാനൊരു താലി കൊടുക്കും. 5 മീറ്റർ ആകുമ്പോൾ ഒരു താലി. ഓക്കെ, 10 മീറ്റർ ആകുമ്പോൾ ഇവിടെ എത്ര സ്പൈക്ക് ഉണ്ട്? ഒന്നുണ്ടല്ലേ. നമ്മൾ നേരത്തെ ഒരു സ്പൈക്ക് കൊടുത്തിട്ട് എന്ത് കൊടുത്തു? 2 സ്പൈക്ക് കൊടുത്തു. സോ 10 മീറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? 2 സ്പൈക്ക് കൊടുക്കുന്നു. ഇത് 5 മീറ്ററിന് കൊടുക്കുന്നു. 10 മീറ്ററിന് നമ്മൾ 2 സ്പൈക്ക് കൊടുക്കുന്നു. അടുത്ത 15-ന് എത്ര കൊടുക്കണോടാ? 1, 2, 3. 15 മീറ്ററിൽ നമ്മൾ ഈ ടാലി കൊടുക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, 20 മീറ്റർ 30 മീറ്റർ ചെയിനിലാണ് നമ്മൾ ഈ ടൈപ്പിൽ കൊടുക്കുന്നത്. ഓക്കെ, ഫോർ എവരി 1 മീറ്റർ ഓരോ മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിങ് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 1-ാമത്തെ മീറ്ററിൽ റിങ്, 2-ൽ റിങ്, 3-ൽ റിങ്, 4 റിങ്ങിൽ 5-ൽ റിങ് കൊടുക്കണ്ട. പകരം ഈ സിംഗിൾ സ്പൈക്കിൽ ടാലി കൊടുത്താൽ മതി. 6-ൽ റിങ് കൊടുക്കുക, അങ്ങനെ പോവുക. 10-ൽ ഇത് കൊടുക്കുക, വീണ്ടും 10 തൊട്ട് 15 വരെ റിങ് കൊടുക്കുക, 15-ൽ എത്തുമ്പോൾ ഇത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ടാലിയുടെ ഒരു കണക്ക് പോകുന്നത്. ഇനി ഇതാ നോക്കിയേ, നമ്മുടെ 30 മീറ്റർ ചെയിൻ ഞാൻ എടുക്കുക. 30 മീറ്റർ ചെയിൻ ഞാൻ എടുക്കുക. ഈ ചെയിനിൽ അലോവബിൾ ഇറർ എന്ന് പറയുന്നത് 30 മീറ്റർ ചെയിനിന്, നമ്മളിപ്പോൾ 30 മീറ്റർ ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിന് +or-8 mm ആണ്. +or-8 mm. അതെന്താ സംഭവം? ഇതാ നോക്കിയേ, ഞാനൊരു 30 മീറ്റർ ചെയിനിനെ എൻ്റെ കയ്യിൽ എടുത്തിരിക്കുക. 30 മീറ്റർ ചെയിനിനെ. ഓക്കെ, ഈ 30 മീറ്റർ ചെയിനിൻ്റെ ലെങ്ത് മാക്സിമം 30 മീറ്റർ +8 മില്ലിമീറ്റർ ആകാം, പ്രശ്നമില്ല. മിനിമം 30 മീറ്റർ -8 മില്ലിമീറ്റർ ആകാം, പ്രശ്നമില്ല. ഇതിൻ്റെ ഇടയിൽ ഏത് വാല്യൂ വന്നാലും പ്രശ്നമില്ല. അതേസമയം 30 മീറ്റർ +9 mm ആണെങ്കിൽ ആ എറർ നമുക്കിവിടെ അനുവദിക്കാൻ പറ്റില്ല. അതുപോലെ 30 മീറ്റർ -8 mm ആണെങ്കിലും ആ എറർ നമുക്കിവിടെ അനുവദിക്കാൻ പറ്റില്ല. അതാണ് എന്ത്? 30 മീറ്റർ ചെയിനിൻ്റെ എററിൻ്റെ ലിമിറ്റ്. ഇനി നമുക്ക് നോക്കാം, 20 മീറ്റർ ചെയിൻ ആണെങ്കിലോ? 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ 20 മീറ്റർ ചെയിനിൻ്റെ അലോവബിൾ എറർ എന്ന് പറയുന്നത് +or-5 mm ആണ്. 5 mm. ഇവിടെ 20 മീറ്റർ ആണെങ്കിൽ 20 മീറ്റർ പ്ലസ്, ഇവിടെ നമുക്ക് 20 മീറ്റർ ആണെങ്കിൽ 20 മീറ്റർ +5 mm ആകാം, 20 മീറ്റർ -5 mm ആകാം. അതിൽ കൂടിയ ഒരു എറർ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, എൻ്റെ ചെയിൻ ഞാൻ എടുക്കുക. 30 മീറ്ററോ 20 മീറ്ററോ ഏതോ ഒരു ചെയിൻ ഞാൻ എടുക്കുക. ഇതിൻ്റെ 1 മീറ്റർ ലെങ്ത് ഞാൻ കൺസിഡർ ചെയ്യുക. സപ്പോസ് ഇവിടെ മുതൽ ഇവിടം വരെ 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. ഈ 1 മീറ്ററിൽ എറർ ഉണ്ടാകാം അല്ലേ? ഈ 1 മീറ്ററിൽ എറർ ഉണ്ടാകാം. ഈ 1 മീറ്ററിലെ എറർ എന്ന് പറയുന്നത് +or-2 mm ആണ്. ഓക്കെ, നേരത്തെ പോലെ ഈ 1 മീറ്ററിനേക്കാൾ 2 mm കൂടുതലും ആകാം, 1 മീറ്ററിനേക്കാൾ 2 mm കുറവുമാകാം. ഞാൻ വേറെ ഏതോ ഒരു 1 മീറ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. ദേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു മീറ്റർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. 1 മീറ്റർ കൺസിഡർ ചെയ്യുന്നു. ഈ 1 മീറ്ററിലും +or-2 mm. അതായത് ഞാൻ ഈ ചെയിനിന്റെ എവിടെ കൺസിഡർ ചെയ്താലും, എവിടെ 1 മീറ്റർ കൺസിഡർ ചെയ്താലും അലോവബിൾ എറർ എന്ന് പറയുന്ന +or-2 mm ആയിരിക്കും. +or-2 mm. അതേസമയം 30 മീറ്റർ ചെയിനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഹോൾ 30 മീറ്ററിൽ അലോവബിൾ ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത് 8 mm, 20 മീറ്ററിലാണെങ്കിൽ 5 mm ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൽ ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യം നോക്കിയാൽ, ഞാനിവിടെ എനിക്കൊരു ഹാൻഡിലുണ്ട്, അതുപോലെ ഏറ്റവും അറ്റത്തും എന്തുണ്ട്? ഒരു ഹാൻഡിലുണ്ട്. ഓക്കെ, വെറും ഹാൻഡിലല്ല, ബ്രാസ് ഹാൻഡിലുണ്ട്. ഓക്കെ, ഈ ബ്രാസ് ഹാൻഡിലിൽ പിടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രെച്ച് ചെയ്യുന്നത് അല്ലേ? സ്ട്രെച്ച് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ചെയിനെ സ്ട്രെച്ച് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് കൊടുക്കണം? അവിടെ ഒരു പുള്ള് കൊടുക്കണം അല്ലേ? ഈ ഹാൻഡിൽ ഞാൻ എന്ത് കൊടുക്കണം? ഒരു പുള്ള് കൊടുക്കണം. ആ പുള്ള് സ്റ്റാൻഡേർഡ് പുൾ എന്ന് പറയുന്നത് 8 കിലോഗ്രാം ആണ്. 8 കിലോഗ്രാം. അതായത് ഞാൻ ആ ബ്രാസ് ഹാൻഡിൽ പിടിച്ച് വലിക്കാൻ കൊടുക്കുന്ന ഭാരം അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഒരു ബലം എന്ന് പറയുന്നത് 8 കിലോഗ്രാമിന് തുല്യമായിരിക്കണം. ഓക്കെ, ഈ കിലോഗ്രാം എന്ന് പറയുന്നത് എന്താ? മാസിന്റെ ടൈമിലല്ലേ? മാസിന്റെ ടൈം. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? വെയിറ്റിന്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? W = mg. m എത്ര? 8 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എത്ര? 10, which is equal to 80 ന്യൂട്ടൺ. 80 ന്യൂട്ടൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. സ്റ്റാൻഡേർഡ് പുൾ. അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു ചെയിൻ വെച്ച്
അളവെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള പുള്ളെന്ന് പറയുന്നത് 8 കിലോഗ്രാം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചെയിൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലേ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഈ ചെയിൻ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതെന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതുകൂടി നമുക്കൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്താ, ഇവിടെ കുറച്ച് ടാലികളുടെ കഥ പറഞ്ഞില്ലേ, ടാലീസ്. നമ്മൾ കുറേ ടാലികൾ ഇവിടെ നോക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ടാലി ഞാൻ എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആ 5 മീറ്ററിൽ വരുന്ന ടാലി, അല്ലെങ്കിൽ ആ 1 മീറ്ററിൽ വരുന്ന ടാലി എടുക്കുക, അല്ലെങ്കിൽ 2 മീറ്ററിൽ വരുന്ന ടാലി എടുക്കുക, ഏതെങ്കിലും ഒരു ടാലി എടുക്കുക. ഈ ഒരു ടാലി എടുക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ഈ ഒരു ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 16 mm ആണ്. തൽക്കാലം നമ്മളത് നോക്കണ്ട. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയിനിൽ നോക്കാനുള്ള. മെട്രിക് ചെയിൻ നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഓക്കെ, ശരി. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയിനിലോട്ട് പോവാം. മെട്രിക് ചെയിൻ കഴിഞ്ഞു. ഞാൻ ചെയിൻ എടുക്കാൻ പോയി. അവിടെ ഇരുന്ന മെട്രിക് ചെയിനിനെ കുറിച്ച് ഞാൻ പഠിച്ചു. 4 അളവുണ്ട്. ആ 4 അളവ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക, ഇതെല്ലാം ഞാൻ പഠിച്ചു. മെട്രിക് ചെയിനിൻ്റെ തൊട്ടടുത്തിരുന്നത് എന്താണ്? ഒരു ഗണ്ടേഴ്സ് ചെയിൻ ആണ്. എന്താണ്? ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ചെയിൻ ഉണ്ടായിരുന്നു. ഈ ഗണ്ടേഴ്സ് ചെയിൻ, അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ ഗണ്ടേഴ്സ് ചെയിൻ? ഈ ഗണ്ടർ എന്ന് പറയുന്ന ഒരു സർവേയർ ആണെന്ന് പഠിക്കുക. ഓക്കെ, ഗണ്ടർ എന്ന് പറയുന്ന ആരാണ്? ഒരു സർവേയർ ആണ്. സർവേയർ. ഓക്കെ, ഗണ്ടർ എന്ന് പറയുന്ന ഒരു സർവേയർ ആണ്. അയാൾ എത്ര വർഷം സർവേയർ ആയിട്ട് ജോലി ചെയ്തു? 66 വർഷം സർവേയർ ആയിട്ട് ജോലി ചെയ്തു. എത്ര വർഷം? 66 വർഷം പുള്ളി സർവേയർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗണ്ടർ എന്ന് പറയുന്ന ഒരു സർവേയർ ആണ്. 66 വർഷം സർവേയർ ആയിട്ട് ജോലി ചെയ്ത ആളാണ്. സോ ദിസ് ഗണ്ടേഴ്സ് ചെയിൻ ഈസ് ഓൾസോ നോൺ ആസ് സർവേയേഴ്സ് ചെയിൻ. ഓക്കെ, ആ ഒരു കോഡിലൂടെ നമ്മൾ അതങ്ങ് ഓർത്തു വെച്ചു. സർവേയേഴ്സ് ചെയിൻ. ഗണ്ടർ എന്ന് പറയുന്നത് ഒരു സർവേയർ ആണ്. അയാൾക്ക് 66 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർവേയേഴ്സ് ചെയിൻ. ഇനി അതിന്റെ ലെങ്ത് എത്രയാണ്? നമ്മുടെ മെട്രിക് ചെയിനിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? മെട്രിക് ചെയിനിന്റെ ലെങ്ത് പഠിച്ചു എത്ര? 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ. ഗണ്ടേഴ്സ് ചെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 വർഷം എക്സ്പീരിയൻസ് അല്ലേ? 66 ഫീറ്റ് ആണ്. 66 ഫീറ്റ് ആണ്. നോക്കിയേ, ഈ ഫീറ്റ്, ഇഞ്ച് എന്നൊക്കെ പറയുന്ന യൂണിറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മളെ പണിക്കാരെല്ലാം അടിയിലും ഇഞ്ചിലും ഒക്കെ കണക്ക് പറയുന്നത്. അത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് പഴയ നമ്മുടെ ബ്രിട്ടീഷ് യൂണിറ്റ് ആണ്. ഓക്കെ, എന്താണ്? ബ്രിട്ടീഷ് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഗണ്ടേഴ്സ് ചെയിൻ ഏത് യൂണിറ്റിലുള്ളതാണ്? ബ്രിട്ടീഷ് യൂണിറ്റിലുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ എത്ര ലിങ്ക് ഉണ്ട് എന്ന് നോക്കാം. എത്ര ലിങ്ക് ഉണ്ട്? ലിങ്ക് എത്ര? നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 100 ആണ്. 100 ലിങ്ക് ഉണ്ട്. ഓക്കെ, 100 നമ്പർ ഓഫ് ലിങ്ക് ഉണ്ട്. നമ്മൾ നേരത്തെ മെട്രിക് ചെയിനിൽ ലിങ്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അത് നമ്മൾ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം ഇവിടെ പഠിച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കണം. മറ്റേത് അവിടെ പഠിച്ച് ഓർത്ത് വെക്കേണ്ട. കാരണം എന്താ? നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന കണക്കുകളെല്ലാം മെട്രിക് ചെയിനിലുള്ള കണക്കുകളാണ്. സോ അപ്പോൾ നമുക്ക് കാണാണ്ട് പഠിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യുക? കളഞ്ഞിട്ട് പോകുക. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വയ്ക്കാനുള്ളത്. ഇനി എന്താണ് ഈ ഗണ്ടേഴ്സ് ചെയിനിൻ്റെ ഒരു പ്രത്യേകത? ഗണ്ടേഴ്സ് ചെയിൻ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള യൂസ് എന്താണ്? ഈ 66 ഫീറ്റ് എന്ന് പറയുന്ന ഒരു 66 ഫീറ്റ്, നമുക്ക് 50 ഫീറ്റ് ആണെങ്കിൽ കൊള്ളാം, കേൾക്കാൻ എന്തോ ഒരു ലോജിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. 75 ആണ് എങ്കിലും ലോജിക്ക്. ഈ 66 എന്താണ് ലോജിക്ക്? ഇതാ നോക്കാം. നോക്കിയേ, എൻ്റെ കയ്യിൽ ഒരു ഗണ്ടേഴ്സ് ചെയിൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഗണ്ടേഴ്സ് ചെയിൻ ഉണ്ട്. ആ ഗണ്ടേഴ്സ് ചെയിൻ ഞാൻ 10 തവണ ഇട്ടു. ഓക്കെ, ഒരു തവണ ഞാൻ ഗണ്ടേഴ്സ് ചെയിൻ ഇട്ടു, പിന്നെ വീണ്ടും ഞാൻ ഒരു ഗണ്ടേഴ്സ് ചെയിൻ ഇട്ടു, വീണ്ടും ഇട്ടു. അങ്ങനെ ഞാൻ എത്ര തവണ ഇട്ടു? മൊത്തം 10 തവണ ഞാൻ ഈ ഗണ്ടേഴ്സ് ചെയിൻ ഇടുകയാണെങ്കിൽ, 10 തവണ ഞാൻ ഗണ്ടേഴ്സ് ചെയിൻ ഇടുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഫർലോങ് നീളം കിട്ടും. എനിക്കൊരു ഫർലോങ് നീളം കിട്ടും. നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു അളവാണല്ലേ ഫർലോങ്. അപ്പോൾ ഈ ഫർലോങ് വെച്ചിട്ട് നമുക്ക് എന്താവുന്നില്ല? നമുക്ക് റിലേറ്റ് ആവുന്നില്ല. അപ്പം എന്ത് ചെയ്യാം? എനിക്ക് 10 ചെയിനിന്റെ സ്ക്വയർ നോക്കാം. 10 ചെയിനിന്റെ സ്ക്വയർ അതെന്താ? നോക്കിയേ, ഞാൻ 10 തവണ ഗണ്ടേഴ്സ് ചെയിൻ ഇട്ടു. 1, 2, 3, 4 തുടങ്ങി
ഞാൻ എത്ര തവണ ഇട്ടു? 1, 2, 3 തുടങ്ങി ഞാൻ 10 തവണ ഗണ്ടർ സ്റ്റെയിൻ ഇട്ടു. 10 തവണ ഗണ്ടർ സ്റ്റെയിൻ ഇട്ടപ്പോൾ ഇതെന്തായി? ഒരു ഫർലോങ് ആയല്ലേ? ഫർലോങ് നമുക്ക് കണക്ട് ആവുന്നില്ല. നോക്കിയേ, ചെയിൻ സ്ക്വയർ മീൻസ് ഒരു തവണ കൂടി ഞാൻ എൻ്റെ ഗണ്ടർ സ്റ്റെയിൻ താഴേക്ക് ഇട്ടു. ഒരു തവണ ഞാൻ എൻ്റെ ഗണ്ടർ സ്റ്റെയിൻ താഴേക്ക് ഇട്ടു. നോക്കി, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു രൂപം കണ്ടോ? 10 ഗണ്ടർ സ്റ്റെയിൻ നീളവും 1 ഗണ്ടർ സ്റ്റെയിൻ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കുലാർ ഏരിയ എനിക്ക് കിട്ടി. ഇത് ഞാൻ അളന്നെടുത്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 ഏക്കർ ആയിരിക്കും. ഈ 1 ഏക്കർ നമുക്ക് പരിചയമുള്ള ആളാണല്ലേ. അപ്പൊ 10 ചെയിൻ സ്ക്വയർ, 10 ഗണ്ടർ സ്റ്റെയിനിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ഏക്കർ ആയിരിക്കും. 1 ഏക്കർ ആയിരിക്കും. ഈ ഒരു അളവാണ് ഈ ഒരു 66, ഈ ഒരു ഫർലോങ് ആണ് ഈ 66 ഫീറ്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് വരുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു റിലേഷനും കൂടിയുണ്ട്. 80 ചെയിൻ ഇടുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? 1 മൈല് കിട്ടുന്നു. 1 മൈല് കിട്ടുന്നു. ഓക്കെ, 1 മൈല് കിട്ടുന്നു. ഇത് മൂന്നുമാണ് നമുക്ക് ഗണ്ടർ സ്റ്റെയിനിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് എന്താവുന്നത്? കണക്റ്റ് ആവുന്നത്. ഓക്കെ, 10 ഗണ്ടർ സ്റ്റെയിൻ നീളവും 1 ഗണ്ടർ സ്റ്റെയിൻ വീതി ഉണ്ടെങ്കിൽ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഏക്കർ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഗണ്ടർ സ്റ്റെയിനിൽ നോക്കാനുള്ള. ഗണ്ടർ സ്റ്റെയിൻ നമ്മൾ എന്ത് ചെയ്തു? മെട്രിക് ചെയിൻ കണ്ടു. അതിന് തൊട്ടപ്പുറത്ത് ഗണ്ടർ എന്ന് പറയുന്ന ആൾ എത്ര? 66 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഗണ്ടറിനെ കണ്ടു. ഈ 66 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഗണ്ടർ ഇനി അടുത്തത് എന്താണ് ആവാൻ പോകുന്നത്? എഞ്ചിനീയർ ആവാൻ പോവുകയാണല്ലേ. സോ നമുക്കുള്ള അടുത്ത മൂന്നാമത് പഠിക്കാനുള്ള സ്കെയിൽ എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ചെയിൻ. മൂന്നാമത് പഠിക്കാനുള്ള എന്താണ്? എഞ്ചിനീയേഴ്സ് ചെയിൻ. ഓക്കെ, ഇതെന്താണ്? നേരത്തെ നമുക്കുള്ള ലെങ്ത് എത്രയായിരുന്നു? ഗണ്ടർ സ്റ്റെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 ഫീറ്റ് അല്ലേ? 66 ഫീറ്റ് ഗണ്ടർ സ്റ്റെയിനിന്റെ. ഓക്കെ, നമ്പർ ഓഫ് ലിങ്ക്സ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 3 റിങ്സ് ഉള്ളതിൽ നടുക്കത്തെ റിങ്ങിന്റെ സെന്റർ തൊട്ട് അപ്പുറത്തെ നടുക്കത്തെ റിങ്ങിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ലിങ്ക്. നമുക്കറിയാം. ഓക്കെ, നേരത്തെ ഗണ്ടർ സ്റ്റെയിനിൽ 66 ഫീറ്റ് നീളവും 100 ലിങ്കുകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയും 100 ലിങ്ക് ഉണ്ട്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 66 ഫീറ്റ് അല്ല, പകരം 100 ഫീറ്റ് ആയിരിക്കും. പകരം എത്രയായിരിക്കും? 100 ഫീറ്റ് ആയിരിക്കും. ഇത്രയും മാത്രം നമ്മൾ അവിടെ നോക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താ? റവന്യൂ ചെയിൻ. ഓക്കെ, റവന്യൂ ചെയിൻ. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ നമ്പർ ഓഫ് ലിങ്ക്സ്. ഓക്കെ, ഗണ്ടർ എന്ന് പറയുന്ന സർവേയർ ഉണ്ടായിരുന്നു. 66 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഏത് നോക്കി? എഞ്ചിനീയറിംഗ് ചെയിൻ നോക്കി. ഇനി നമുക്ക് എന്ത്? ആ എഞ്ചിനീയർ എവിടെ വർക്ക് ചെയ്യുന്നത്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള ചെയിൻ എന്താണ്? റവന്യൂ ചെയിനാണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 33 ഫീറ്റ് ആണ്. 66ന്റെ പകുതി 33 ഫീറ്റ് ആണ്. ഇതിന്റെ നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് 16 ലിങ്ക്സ് ആണ്. ഓക്കെ, 16 ലിങ്ക്സ്. എന്താണ് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ജോലി എന്ന് പറഞ്ഞാൽ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എല്ലാം ബൗണ്ടറീസ് ഫിക്സ് ചെയ്ത് തരും അല്ലേ? തരുന്നവരാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാരാണല്ലേ. നമ്മുടെ ബൗണ്ടറീസ് എല്ലാം ഫിക്സ് ചെയ്ത് തരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നു എന്ന് നമ്മൾ എവിടെയോ കേട്ടിട്ടില്ലേ? ബൗണ്ടറി ഫിക്സ് ചെയ്തു എന്ന് എവിടെയോ കേട്ടിട്ടില്ലേ? അത് എവിടെയായിരുന്നു? ഇൻ കഡസ്ട്രൽ സർവേ അല്ലേ? കഡസ്ട്രൽ സർവേ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ കഡസ്ട്രൽ സർവേ നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഡീൽ ചെയ്യും. അതെവിടെയാണ്? റവന്യൂ ചെയിനിലാണ്. യൂസ്ഡ് ഇൻ കഡസ്ട്രൽ സർവേയിൽ യൂസ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ റവന്യൂ ചെയിൻ ആണ്. ഓക്കെ, റവന്യൂ ചെയിൻ. ഇനി നമുക്ക് ഒരു ടൈപ്പ് ചെയിൻ കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ലാസ്റ്റ് ടൈപ്പിലെ ചെയിൻ എന്ന് പറയുന്നത് ബാൻഡ് ചെയിൻ ആണ്. എന്താണ്? ബാൻഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെയിൻ കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ശരി. ബാൻഡ് ചെയിൻ എന്ന് പറയുന്നൊരു ചെയിനും കൂടി ഉണ്ട്. ഇത്രയാണ് നമുക്ക് ചെയിനുകളെ കുറിച്ച് നോക്കാനുള്ള. ഓക്കെ, ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? 2 ടേപ്പ്. നോക്കിയേ, ആദ്യം നമ്മൾ എന്താ നോക്കിയേ? ചെയിൻ വെച്ചിട്ട് ഒരു ലെങ്ത് അങ്ങനെ അളക്കുന്നു. AB എന്ന് പറയുന്ന ലെങ്ത് ചെയിൻ വെച്ചിട്ട് അങ്ങനെ അളക്കുന്നു എന്നാണ് നമ്മൾ നോക്കിയത്. ഇനി ചെയിൻ അല്ലാണ്ട് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട്, ഓക്കെ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ആക്യുറസി ചെയിനിനേക്കാൾ കൂടുതലുള്ള ഒരു മെഷർമെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതാണ് എന്ത്? ടേപ്പ്. ഓക്കെ, അതിനാണ് നമ്മൾ ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ടേപ്പ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ടേപ്പ് എന്ന് പറയുന്നത് ക്ലോത്ത്
ഓർ ലീനൻ ടേപ്പ്. ക്ലോത്ത് ഓർ ലീനൻ ടേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ക്ലോത്തിലെ ടേപ്പ്. ഓക്കെ, ആ ക്ലോത്തിലെ ടേപ്പിൻ്റെ പ്രത്യേകത എന്താ? അതിന് സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് കീറിപ്പോകാനുള്ള വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലേ. ശരി, ഇതാണ് എൻ്റെ ക്ലോത്ത് ടേപ്പ്. ഇതിനെന്ത് സംഭവിക്കുന്നു? വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ കുറച്ച് മെറ്റൽസ് വെച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, മെറ്റൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? മെറ്റൽ വെച്ച് റീഇൻഫോഴ്സ് ചെയ്യുന്നു. മെറ്റൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്ന ആ ടേപ്പിനെ പറയുന്ന പേരാണ് എന്ത്? മെറ്റാലിക് ടേപ്പ്. എന്തെന്ന് പറയും? മെറ്റാലിക് ടേപ്പ് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ എന്താ? മെറ്റാലിക് ടേപ്പ്. അപ്പോൾ മെറ്റലല്ലേ, ഏത് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഏതൊക്കെയാ? ബ്രാസ്, ബ്രോൺസ്, കോപ്പർ. ഓക്കെ, കോപ്പർ ആദ്യമായി ഉണ്ടായ മെറ്റലുകൾ അല്ലേ, ബ്രാസ്, ബ്രോൺസ്, കോപ്പർ. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ക്ലോത്ത് ടേപ്പിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതാ നോക്കൂ, ഈ മെറ്റൽസിന് ശേഷം നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നു? സ്റ്റീലിനെ കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മെറ്റാലിക് ടൈപ്പിൽ മാറി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റീൽ ടൈപ്പിലോട്ട് പോവാം. മൂന്നാമത്തെ ഏതാ? സ്റ്റീൽ ടൈപ്പ്. മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റീൽ ടൈപ്പ്. ഓക്കെ, നമ്മൾ സ്റ്റീൽ ടൈപ്പ് യൂസ് ചെയ്തു. സ്റ്റീൽ ടൈപ്പ് ഉണ്ട്. ഈ സ്റ്റീൽ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ വെളിയിൽ സർവേ ചെയ്യുന്ന ഗ്രൗണ്ടിലല്ലേ, ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? നല്ല ചൂടടിക്കുന്നു അല്ലേ. ചൂടടിച്ചാൽ എന്ത് സംഭവിക്കുന്നു? സ്റ്റീലിന് എക്സ്പാൻഷൻ സംഭവിക്കുന്നു അല്ലേ. അതായത് ഞാൻ ആദ്യം 1 മീറ്റർ ഉണ്ടായിരുന്നു എന്ന് കരുതി കൊണ്ടുവച്ചിരുന്ന ഈ സ്റ്റീൽ ടൈപ്പിന് എന്ത് ചെയ്തു? ചൂടടിക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്. ചൂടടിക്കുമ്പോൾ ഇതിന് എക്സ്പാൻഷൻ സംഭവിക്കുന്നു അല്ലേ. എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അതിന് ഒരു മെറ്റലിന് എക്സ്പാൻഡ് ആവാനായിട്ട് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണല്ലേ. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ? ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറെ സബ്ജക്റ്റിൽ പഠിക്കാം. ഓക്കെ, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടിയിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്ത് സംഭവിക്കും? എക്സ്പാൻഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റീലിനേക്കാൾ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റൽ വല്ലതും ഉണ്ടാകുന്ന നോക്കാം. ഓക്കെ, സ്റ്റീലിൻ്റെ അത്രയും എക്സ്പാൻഷൻ സംഭവിക്കാത്ത മെറ്റൽ വല്ലതും ഉണ്ടാകുന്ന നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റീലിനേക്കാൾ അങ്ങനെ ഒരു മെറ്റൽ നമുക്ക് കിട്ടിയില്ല. പക്ഷേ എന്ത് ചെയ്തു? സ്റ്റീലിനെ നമുക്ക് 36% നിക്കൽ ആഡ് ചെയ്ത ഒരു അലോയി ഉണ്ടാക്കിയാൽ എന്താ? അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് അതിൻ്റെ എക്സ്പാൻഷൻ കുറവായിരിക്കും. ആ ഒരു അലോയിനെ പറയുന്ന പേരാണെന്ത്? ഇൻവാർ. ഓക്കെ, സ്റ്റീലിൽ 36% നിക്കലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അലോയിനെ പറയുന്ന പേരാണ് ഇൻവാർ. അതിനെന്താ? തെർമൽ എക്സ്പാൻഷൻ കുറവായിരിക്കും. സോ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേപ്പ് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? ഇൻവാർ ടേപ്പ്. അതിൽ നമ്മുടെ നിക്കലിൻ്റെ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നോക്കിയേ, മേലിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഈ സ്റ്റീൽ നമ്മുടെ ടേപ്പിൻ്റെ ക്വാളിറ്റി കൂടിയല്ലേ വരുന്നത്. ആദ്യം സ്റ്റീൽ ക്ലോത്ത് ടേപ്പിനേക്കാൾ കൂടുതലാണ് മെറ്റാലിക്, അതിനേക്കാൾ കൂടുതലാണ് സ്റ്റീൽ, അതിനേക്കാൾ കൂടുതലാണ് എന്ത്? ഇൻവാർ ടേപ്പ്. സോ ആക്യുറസി ഓഫ് ഇൻവാർ ടേപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ ടേപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ മെറ്റാലിക് ടേപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോത്ത് ടേപ്പ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയിനിൽ നോക്കാനുള്ള. ചെയിൻ ആൻഡ് ടേപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഇത്രയാണ് നോക്കാനുള്ളത്. ഓക്കെ, ഇനി ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ്, ഇനി വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ മീറ്റ് ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.